NSS സപ്തദിന സഹവാസ ക്യാമ്പിന് ചവറ ഗവൺമെന്റ് HSൽ തുടക്കമായി. ചവറ കോവിൽത്തോട്ടം ലൂർദ്മാത EMHSലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തുന്നത്. ജനുവരി 1-ന് സമാപിക്കും. ചവറ കോവിൽത്തോട്ടം ലൂർദ്മാത EMHSൽ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തുന്നത്. ചവറ ഗവൺമെന്റ് HSലാണ് ക്യാമ്പ് നടത്തുന്നത്. ക്യാമ്പ് ജനുവരി 1-ന് സമാപിക്കും. ഗ്രീൻ കേരള, ക്ലീൻ കേരള, ഡ്രഗ് ഫ്രീ കേരള എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ക്യാമ്പ് നടത്തുന്നതിന്റെ ഉദ്ദേശങ്ങൾ കുട്ടികളിൽ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാകണം. ദേ നീഡ് ടു ഹാവ് എ സെൽഫ് കോൺഫിഡൻസ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഒരു വികസനത്തിന് വേണ്ടി വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ പാഠപുസ്തകത്തിലുള്ള സബ്ജക്ട്സ് മാത്രം പഠിക്കുന്നതല്ല, അതിലുപരിയായിട്ട് നമുക്ക് ജീവിതത്തെയും അക്കാഡമിക് തലത്തിനെയും പ്രൊഫഷനെയും ഒക്കെ വളരെ വൈഡ് ആംഗിളിൽ കാണാൻ പറ്റും. ലൂർദ്മാത EMHS PTA പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ SR സിന്ധ്യ മേരി സ്വാഗതം പറഞ്ഞു. പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ജേക്കബ് ജോൺ, ഫാദർ മിൽട്ടൺ ജോർജ്, യോഹന്നാൻ ആന്റണി, കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ഷമി, ലിൻസി ലിയോൺസ്, TD ശോഭ, രാജി സജിത്ത്, സരിത സജീവ്, PB ബിനു, SS അഭിലാഷ്, R ജയിത്ര തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്ക് എല്ലാവർക്കും ഈ അടുത്ത സമയത്താണ് മാലിന്യ സംസ്കരണത്തെ കുറിച്ചൊരു കാര്യമായ ബോധമുണ്ടായി. അത് ബ്രഹ്മപുരം പോലൊരു പ്രദേശത്ത് തീപിടുത്തവും വലിയ പ്രശ്നങ്ങളും പാരിസ്ഥിതിക വിഷയങ്ങളും ഉണ്ടാകുന്നു എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നമ്മളോട് കർശനമായി വടിയെടുത്തപ്പോഴാണ് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ അടക്കമുള്ളവർക്ക് ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ നമുക്ക് ഇപ്പോഴും നാം എത്ര പേർ അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യം കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, ചവറ.